ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ അതിൽ ഫ്രാൻസ് ഇന്ത്യയുടെ പിനാക്ക മിസൈൽ വാങ്ങിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രാൻസിന് എന്തിനാണ് പിനാക്ക മിസൈൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസിൽ ഇപ്പം മിസൈൽ പ്രൊഡക്ഷൻ ഇച്ചിരി കുറവാണ്. അത്തരത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു കമ്പനി ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഫ്രാൻസിൻ്റെ LRU റോക്കറ്റ് സിസ്റ്റം, അവരാണ് ശരിക്കും ഫ്രാൻസിൻ്റെ M270 എന്ന് പറഞ്ഞ മിസൈൽ പ്ലാറ്റ്ഫോം സിസ്റ്റം റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പം അവിടെ ഷോർട്ടേജ് ഉണ്ട്. അവരുടെ പക്കൽ ഇപ്പോൾ 9 യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ M270 പ്ലാറ്റ്ഫോംസ് കുറേ എണ്ണം അവർ ഉക്രൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഫ്രാൻസിന് എയർ ഡിഫൻസ് സിസ്റ്റം ഷോർട്ടേജ് ഉണ്ട്. അവരുടെ കയ്യിൽ ഇപ്പോൾ 9 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് മിസൈൽ സിസ്റ്റം വേണം. പിനാക്ക മിസൈൽ സിസ്റ്റം ഫ്രാൻസിൻ്റെ ടീം വെരിഫൈ ചെയ്തിട്ടുണ്ട്. അവർ കണ്ടു, അവർക്ക് മികച്ച അഭിപ്രായമാണ്. കാരണം 12 മിസൈലുകൾ വിത്തിൻ 44 സെക്കൻഡിൽ തുരിതര ഫയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പിനാക്ക മിസൈൽ സിസ്റ്റത്തിന്. അപ്പോൾ അതുകൊണ്ട് അതിൽ അവർ ഇംപ്രസ്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോസലായിട്ട് വന്നിട്ടില്ല, പക്ഷേ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസുമായിട്ടുള്ള ഡിഫൻസ് ഡീലിൽ ഇത് ഉൾപ്പെടുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിനാക്ക മിസൈൽ ഫ്രാൻസിന് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 90 മുതൽ 130 കിലോമീറ്ററാണ് പിനാക്ക മിസൈൽ സിസ്റ്റത്തിൻ്റെ റേഞ്ച്. ഈ ഫ്രാൻസുമായിട്ടുള്ള ഈ ഡീൽ നടന്നു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയ്ക്ക് കിട്ടുന്ന ഒരു മൈലേജ് തന്നെയായിരിക്കും, വലിയ മൈലേജ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം. അതുപോലെ ഇന്ത്യയും ബ്രസീലുമായിട്ട് ഈ ഡിഫൻസ് മേഖലയിൽ നടത്തിയ ചർച്ചയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആകാശ് മിസൈൽ സിസ്റ്റം, അതുപോലെ ഗരുഡ 105 V2 ഗൺ, അതുപോലെ എംബ്രായർ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന പാർട്ട്ണർഷിപ്പ്, ഇതാണ് ടോപ്പ് ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ എംബ്രായർ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാൻ അദാനി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ വാർത്തയും കൂടി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇനി വരാനിരിക്കുന്ന ഒരു റെവല്യൂഷൻ, അതായത് എയർ ട്രാവൽ മേഖലയിൽ വരാനിരിക്കുന്ന ഒരു റെവല്യൂഷൻ, അപ്പോൾ അതിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദാനി ഈ പ്രോജക്റ്റിന് തുടക്കം കുറിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇൻഡിജീനിയസ് ആയിട്ട് 30 mm നേവൽ സർഫസ് ഗണ്ണ് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പ്രൊഡക്ഷൻ പൂർത്തിയാക്കിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഈ നേവൽ സർഫസ് ഗണ്ണ്, 30 mm നേവൽ സർഫസ് ഗൺ നമ്മളുടെ എല്ലാ നേവൽ ഫ്ലീറ്റുകളിലും മൗണ്ട് ചെയ്യാൻ ഒരു തീരുമാനമെടുത്ത് ചർച്ച നടത്തുന്നുണ്ട്. എല്ലാ നമ്മളുടെ നേവൽ ഫ്ലീറ്റുകളിലും ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ശത്രുക്കളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ നേവൽ ഫ്ലീറ്റുകൾക്ക് ഒരു മുതൽക്കൂട്ടും കൂടിയാണ്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി മേഖലയിൽ. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ഇത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. അതിലുപരിയായിട്ട് നമ്മൾ ഇൻഡോ പസഫിക് മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി പാർട്ട്ണറാണ്. അതുപോലെ ഇന്ത്യൻ ഓഷ്യനിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ മറികടക്കാൻ വേറൊരു നേവൽ ടീമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ നേവൽ ടീമിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ചൈന പാകിസ്ഥാനെ J-20, J-35 ഫൈറ്റർ ജെറ്റുകൾ കൊടുത്ത് ശക്തിപ്പെടുത്തും എന്നുള്ള തീരുമാനമെടുത്ത സ്ഥിതിക്ക് അവരെടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്, പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ J-17 ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കൂടുതൽ കച്ചവടം ഉണ്ടാക്കി തരും എന്ന് ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. ആണോ ഇത് വെറും വേഗ് സ്റ്റേറ്റ്മെന്റ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക് സ്റ്റണ്ട് ആണോ, ഇല്ലെങ്കിൽ ആക്ച്വലി ചൈന ഈ J-20യും J-35യും പാകിസ്ഥാന് കൊടുക്കുമോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ എന്നാലും ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനൊരു തീരുമാനം വന്ന സ്ഥിതിക്ക് Su-57 ഫൈറ്റർ ജെറ്റ് കുറച്ച് പർച്ചേസ് ചെയ്താൽ എന്താണ് എന്നുള്ള ആലോചന ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൽ. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഒരു ഡിസിഷൻ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ട് Su-57യുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനാണ് താല്പര്യം. കാരണം ഇപ്പോൾ നിലവിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിരുന്ന 18% താരിഫ്, ആ ഒരു ടെമ്പററി ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒരു ഭിന്നത വന്നിട്ടുണ്ട്. ഇന്ത്യ ഇപ്പം ആ ഡീലിൽ സൈൻ ചെയ്യാൻ തയ്യാറല്ല. ആ സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് കൂടുതൽ ഡിഫൻസ് പാക്റ്റുകൾ സൈൻ ചെയ്യാൻ തയ്യാറാകുന്നു ഇന്ത്യ എന്നുള്ള സിംബോളിക് ആയിട്ടുള്ള മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുക്കാനും കൂടി ഇത്തരത്തിലുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചതാവാം. അങ്ങനെ രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ എന്നാലും റഷ്യയുമായിട്ടുള്ള ബന്ധം പിന്നെ ഇന്ത്യക്ക് പുത്തരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കാൻ കഴിയും. അപ്പോൾ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ണറാണല്ലോ റഷ്യ ഇന്ത്യക്ക്. അത്തരത്തിൽ ഇതിനെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർക്രാഫ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് വലിയ നീണ്ടൊരു പ്രോസസ്സാണ്. Su-57 ഇനി പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പേപ്പർ വർക്ക്സ് ഇവിടെ മൂവ് ചെയ്യേണ്ടതുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട്. ഉടനെ നടക്കത്തില്ല. പക്ഷേ ഈ സമയത്ത് ഈ പ്രഖ്യാപനം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ബലമായ വിലയിരുത്തൽ. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, അതായത് നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇസ്രായേലിലെത്തും. അപ്പോൾ അവിടെ AI ഡ്രൈവൻ ടെക്നോളജി, അതുപോലെ തന്നെ ഡിഫൻസ് പാക്റ്റ് സൈൻ ചെയ്യുന്നത്, ഈ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത്
ഇന്ത്യ ഇസ്രായേൽ സമ്മിറ്റ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇന്ത്യയിലുള്ള ഇസ്രായേൽ എൻവോയ് റുവേൻ അസാർ 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇസ്രായേലിൽ എത്തുന്നത്. ആ സാഹചര്യത്തിൽ ഈ 2 വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചർച്ചകളായിരിക്കും നടക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ജമ്മു ആൻഡ് കശ്മീർ ഭാഗത്ത് ശരിക്കും ഈ ജയ്ഷെ മുഹമ്മദ് സംഘടനയിൽപ്പെട്ട തീവ്രവാദികളെ വധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ആർമി, അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ഓപ്പറേഷൻ ട്രാഷിയാണ് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ JNK മേഖലയിൽ. ഇതിൽ JNK പോലീസ് പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ CRPF ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ നമ്മളുടെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇതിനകത്തുണ്ട്. അങ്ങനെ ഇന്ത്യൻ ആർമിയിൽപ്പെട്ട വലിയ നിര തന്നെ ഉണ്ട് ഇതിനകത്ത്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് വാർത്തകൾ പറയാതിരുന്നത്. കാരണം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് ഈ ട്രാഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ്. പക്ഷെ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്ത ചെയ്തില്ല. ഒരു തവണ നമ്മൾ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ഇന്ത്യൻ ആർമി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫിഡൻഷ്യലായിട്ട് ഈ തീവ്രവാദികളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സക്സസ് എന്നുള്ള നിലയിലാണ് 22-ാം തീയതി ഈ തീവ്രവാദികളെ വധിക്കാൻ കഴിഞ്ഞത്. ഇത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് JNK യൂണിറ്റിൽ. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണി 3 രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 3 രാജ്യങ്ങളും ക്വാഡിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ. ഇതിന് ക്വാഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അമേരിക്കയുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ് കാനഡ. ഈ സാഹചര്യത്തിൽ ക്വാഡിൻ്റെ പ്രയോഗത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയാണ് നരേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ വാർത്ത ഇങ്ങനെയാണ് നരേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയം ക്വാഡും ഇൻഡോ പസഫിക് എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ്ലൈൻ കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത് വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രേഡാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്, പ്ലസ് ഡിഫൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്ക തഹാവൂർ റാണ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മുംബൈ ആക്രമണ കേസിൽ പ്രതിയായിട്ടുള്ള ആ ഭീകരനെ ഇന്ത്യക്ക് കൈമാറിയല്ലോ, എക്സ്ട്രാഡിറ്റ് ചെയ്ത്. ഇപ്പം ഇന്ത്യയുടെ ജയിലിലാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവൻ്റെ കനേഡിയൻ പൗരത്വം റിവോക്ക് ചെയ്ത് ഇവനെ പാകിസ്ഥാൻ പൗരനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കാനഡയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ അജിത് ഡോവൽ കാനഡ സന്ദർശിച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സെക്യൂരിറ്റി എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു 2 ആഴ്ചകൾക്ക് മുമ്പ്. അതിനെ തുടർന്ന് വളരെ പോസിറ്റീവായിട്ട് നടക്കുന്ന തീരുമാനമായിട്ട് ഇതിനെ നമുക്ക് നോക്കിക്കാണാം. ഈ തഹാവൂർ റാണ എന്ന് പറഞ്ഞ ഈ മുൻ പാക് ISI ചാരനെ പാകിസ്ഥാനി പൗരനായിട്ട് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് കാനഡയ്ക്കുള്ളിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വൈകാതെ തന്നെ കാനഡ ഈ കൊടും ക്രിമിനലിൻ്റെ, ഈ തീവ്രവാദിയുടെ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ഇവനെ പൗരത്വം റിവോക്ക് ചെയ്തുകൊണ്ട് ഇവൻ്റെ പഴയ നാഷണാലിറ്റി തന്നെ ഇവന് തിരികെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജയിലിൽ കിടക്കുന്ന ഈ തഹാവൂർ റാണ പാകിസ്ഥാൻ പൗരനായിട്ട് മാറുകയാണ്. ഇതിലൂടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം അമേരിക്കയാണ് നമുക്ക് ഇയാളെ എക്സ്ട്രാഡിഷൻ ചെയ്ത് തന്നതെങ്കിലും ഇവൻ്റെ കനേഡിയൻ പൗരത്വം നഷ്ടപ്പെടുന്നതോടുകൂടി ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കുറയുകയാണ്. നിലവിലെ അവൻ്റെ വെസ്റ്റേൺ പൗരത്വം നഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ ഇവൻ പാകിസ്ഥാൻ പൗരനായിട്ട് മാറും. ഇനി അഥവാ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവന് ഏതെങ്കിലും തരത്തിൽ ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുകൾ നടത്തണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ നടത്തണം. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ സിറ്റുവേഷൻസ്, അപ്ഡേറ്റ്സ് ഒക്കെ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമാവും. നിലവിൽ പ്രാഥമികമായിട്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഇവന് വേണ്ടിയിട്ട് ഇടപെടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പാകിസ്ഥാൻ്റെ പഞ്ചാബ് സ്റ്റേറ്റിൽ നിന്നും ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ തൊയ്ബ എന്ന് പറഞ്ഞ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾക്ക് ആരും ഡൊണേഷൻ കൊടുക്കരുത്, അങ്ങനെ ഡൊണേഷൻ കൊടുക്കുന്നത് ലീഗലി ശരിയായ വിഷയമല്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൽ ജയ്ഷെ മുഹമ്മദ് പറഞ്ഞ സംഘടനയ്ക്കെതിരെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു റെഫറൻഡം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ ഇറക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചുകൊണ്ടല്ല ഈ പ്രസ്താവനകളൊക്കെ പുറത്തിറക്കുന്നത്. കാരണം ഈ തീവ്രവാദികളെ ഒഴിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു നിലനിൽപ്പില്ല. പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള പകുതി മുക്കാൽ ആൾക്കാരും ഇവർ ഭയങ്കര ദീനികളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര വിശ്വാസത്തിൻ്റെ ശരിയായ ആൾക്കാരാണ് ഈ ഭീകരന്മാരെന്നാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയ്ഷ്, അതേപോലെ ഈ ലഷ്കർ എന്ന് പറയുന്ന സംഘടനകളൊക്കെ പൈസ പിരിക്കുന്നത് വളരെ തുച്ഛമായ നിലയിൽ 5, 10, 15, 20 എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ മാസ് കളക്ഷനാണ് ഇവർ നടത്തുന്നത്. ഇതൊരിക്കലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ആര് വാങ്ങിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളതൊന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള പണപ്പിരിവാണ് ഈ സംഘടനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന തീവ്രവാദ ഫണ്ടിങ് ആയിട്ട് അതിനെ തെളിയിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് ഇവരുടെ ഫണ്ട് കളക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പഞ്ചാബ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന
ഒരു പ്രസ്താവനയ്ക്ക് ഇല്ലെങ്കിൽ ഒരു മെമ്മോയ്ക്ക് ഒരു തരത്തിലുള്ള വാലിഡിറ്റിയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ജസ്റ്റ് കൺതുടപ്പ് മാത്രം. അതെ ഞങ്ങൾ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കറിനും ഞങ്ങൾ ഫണ്ട് കൊടുക്കരുതെന്ന് ഞങ്ങൾ നിയമം ഇറക്കിയിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനെ ആരും തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഉഡായ്പാണിത്. ഇന്ത്യക്ക് ഇസ്രായേലിൻ്റെ സ്കൈ സ്ട്രിങ് മിസൈൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേലിൽ എത്തുമ്പോഴത്തേക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൈ സ്ട്രിങ് മിസൈൽ അപ്രോക്സിമേറ്റ്ലി 250 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ എയർ ടു എയർ മിസൈലാണ് ഈ സ്കൈ സ്ട്രിങ് മിസൈൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി തന്നെ മോദിയുടെ വരവിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും അവരുടെ നെസറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരു ഹെക്സഗോൺ റിലേഷൻഷിപ്പ്, അതാണ് ഇവിടെ ഒരു കൂട്ടായ്മ. ഹെക്സഗോൺ കൂട്ടായ്മയാണ് ശരിക്കും ഇസ്രായേൽ തയ്യാറാക്കുന്നത്. ഇന്ത്യയെ ഒരു നിർണായക ഡിഫൻസ് പാർട്ട്ണറായിട്ട് ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം സൈപ്രസിനെയും ഗ്രീസിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്രായേൽ ഒരു പ്രത്യേക ഡിഫൻസ് ഫോർമുല അതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ തീർച്ചയായിട്ടും തുർക്കിയാണ് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്. തുർക്കി എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, പാകിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളാണ് എപ്പോഴും തുർക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗാസയിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന പാകിസ്ഥാനെ ഗാസയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് പല പരിപാടികളിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചിരുന്ന അമേരിക്കൻ തീരുമാനങ്ങൾക്ക് എതിരാണ് ഇപ്പം ഇസ്രായേൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനം. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്, അത് ഇതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഗാസ പീസ് അക്കോർഡ് എന്നൊക്കെ പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് പാകിസ്ഥാന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞുകൊണ്ട് വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇസ്രായേൽ ശക്തമായി പാകിസ്ഥാനെയും ഖത്തറിനെയും തുർക്കിയും എതിർക്കുന്നുണ്ട്. ഇവർ മൂന്നുപേരും ചേർന്നുകൊണ്ടുള്ള ഒരു ഗാസ പീസ് അക്കോർഡിന് ഇസ്രായേലിന് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത്. അതിന് ബദലായിട്ട് ഇസ്രായേൽ ഇന്ത്യ ഡയറക്റ്റായിട്ട് ഗാസയിൽ ഇടപെടില്ല, പക്ഷേ അതേസമയം ഇസ്രായേലിന് ഒരു മോറൽ സപ്പോർട്ടായിട്ട് ഇസ്രായേലിൻ്റെ പക്കൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യ ഉണ്ടാവും. അതുപോലെ ഈ ഗാസയിലെ റീഹാബിലിറ്റേഷൻ, അതായത് ഈ ഗാസ നിവാസികൾക്ക് വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യ ഫുൾ സപ്പോർട്ട് എന്തായാലും കൊടുക്കും. പാലസ്തീനുമായിട്ടും ഇന്ത്യക്ക് ശരിയായ നിലപാടുണ്ട്, അതേപോലെ ഇസ്രായേലുമായിട്ടും നിലപാടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തമാണ്, ഡിഫൻസ് തലത്തിൽ ശക്തമാണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കാരണം രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം രണ്ട് രാജ്യങ്ങളും പൊരുതുന്നത് തീവ്രവാദത്തിനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെയും ഇന്ത്യയുടെയും ആ എയിം, മോട്ടോ അത് ഒന്നാണ്. ഇസ്രായേലും ഇന്ത്യയും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന കോർ ഇഷ്യൂ ഒന്നാണ് തീവ്രവാദം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനോ ഗാസയ്ക്കോ കൊടുക്കേണ്ട മര്യാദ തീർച്ചയായിട്ടും ഇന്ത്യ കൊടുക്കുന്നുണ്ട്, ആ സ്പേസും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലാണ് നമ്പർ 1. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ ഹെക്സഗോൺ സെക്യൂരിറ്റി കൂട്ടായ്മയിൽ ഇന്ത്യ പങ്കാളിയാവും, അതിൽ യാതൊരു മാറ്റമില്ല. അത് പാലസ്തീനികൾക്കോ ഗാസക്കാർക്കോ അറബ് രാജ്യങ്ങൾക്കോ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഇന്ത്യ ഈ ഹെക്സഗോൺ ടീമിൽ അംഗമാവും, അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ വാർത്തകൾ ഇനി ഒരുപാടുണ്ട്, പക്ഷെ എന്തായാലും ഞാനിവിടെ ചുരുക്കമാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.